ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി വി മിനി ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ടി വി മിനി, ഇപ്പോൾ അതിജീവിതയുടെ ആദ്യ പ്രതികരണം ഈ വിധി വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നു. അവരുടെ നിസ്സഹായാവസ്ഥ അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇത്രയും നാളത്തെ ഏറ്റവും വേദനയുള്ള യാത്രയ്ക്കൊടുവിൽ ഒരു നേരിയ കണിക, വെളിച്ചത്തിന് നേരിയ കണിക താൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സുദീർഘമായൊരു പോസ്റ്റ് അവർ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിൽ അവരുടെ വേദന, അവരുടെ സങ്കടം, അവരുടെ ആശങ്കകളൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഭാഗത്താണ് ഈ കോടതിയിൽ തനിക്ക് എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നവർ ആവർത്തിച്ച് പറയുന്നത്. അതിൽ ഒരു കാര്യം പറയുന്നു, ഈ കുറ്റാരോപണത്തിൽ ഒരാളുടെ കാര്യം വരുമ്പോൾ മാത്രം കോടതി ഈ മറ്റൊരു വടിയിലേക്ക് നീങ്ങുന്നതായി തനിക്ക് അന്നും ബോധ്യപ്പെട്ടിരുന്നു. അതിന്ന് കൂടുതൽ ഉറച്ച ബോധ്യം വരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് വളരെ ശരിയാണ്. ഞാനിപ്പോ ഇന്നലെ മുതൽ കേസ് അതിജീവിതയുടെ അഡ്വക്കേറ്റ് അല്ല ഞാൻ, പക്ഷെ അതിജീവിതയുടെ ചേച്ചിയാണ്. എന്നെ ചേച്ചി എന്നല്ലാതെ അതിന് വിളിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞത് എന്റെ ചേച്ചി ആണ് എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ആ പറഞ്ഞത്. അതായത് ഒരു ഒറ്റ സൈഡിൽ വരുമ്പോൾ മാത്രം ഡ്യുവൽ ക്യാരക്ടറാണ് കാണിച്ചുകൊണ്ടിട്ടുള്ളത് ജഡ്ജിയെ സംബന്ധിച്ച്. അവര് ഇത്രയധികം പരാതികൾ, എന്തുമാത്രം പരാതികൾ ഞാൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കൊടുത്തു, നേരിട്ട് ജുഡീഷ്യറിക്ക് കൊടുത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഞങ്ങൾ സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി മുതൽ ഞങ്ങൾ ഈ പരാതികൾ കൊടുത്തു. ഒരു കാര്യത്തിൽ പോലും സുപ്രീം കോടതിയിൽ നിന്ന് ഹൈക്കോടതിക്ക് ഡയറക്ഷൻ ഉണ്ടായിരുന്നു അന്വേഷിക്കണമെന്ന്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു നടപടിയും എടുക്കുകയോ പറയുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. തലക്കുമ്പിടി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമെന്ന്. എനിക്ക് ഇന്നലെ വരെയുള്ള റെസ്ട്രിക്ഷൻ ഇന്നില്ല, മനസ്സിലായില്ലേ? അപ്പോ എന്നെ തൂക്കിക്കൊല്ലട്ടെ, എനിക്കതിൽ ബുദ്ധിമുട്ടില്ല. എന്നെ ജയിലിലടക്കട്ടെ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം അത്രമാത്രം അനീതിയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അത്രമാത്രം അനീതിയാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അഡ്വക്കേറ്റ് ടി വി പിന്നെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ പറയുന്നത് പോലെ, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, അതോടൊപ്പം ഈ അതിജീവിതയും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്, രാഷ്ട്രപതി, അതോടൊപ്പം പ്രധാനമന്ത്രി, പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇവർക്കെല്ലാം അയച്ചിട്ടും എന്തുകൊണ്ട് ആ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല? അതിന് ഒരു അഭിഭാഷക എന്ന നിലയിൽ, ഒരു നിയമജ്ഞ എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കാം അത് അങ്ങനെ തള്ളിപ്പോയത്? ഇതെല്ലാ പരാതികളും വരുന്നത് കേരള ഹൈക്കോടതിയിലാണ് അന്വേഷണത്തിന്. ആ കേരള ഹൈക്കോടതിയിൽ ഒരു വിജിലൻസ് ഉണ്ട്, ഒരു അന്വേഷണ വിഭാഗമുണ്ട്. അവർ ഈ കേസിൽ എന്തെങ്കിലും നടപടി എടുക്കണ്ടേ? വർഷം എത്രയായ ഒരു പരാതി അവർ പരിശോധിച്ചു നോക്കണം. എത്ര വർഷമായ ഒരു പരാതി അവിടെ അങ്ങനെ കിടക്കുന്നു എന്ന്, എത്ര പരാതികൾ അവിടെ കിടക്കുന്നുണ്ടെന്ന്. ഞാൻ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ജോയിന്റ് രജിസ്ട്രാർ ഇവരോടൊക്കെ എത്ര പ്രാവശ്യം കെഞ്ചി ഞാൻ നടന്നു, എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യൻ ജുഡീഷ്യറി എന്തിനാണ്? മനുഷ്യർക്കാണോ ജനങ്ങൾക്കാണോ? ഒന്നുമല്ല, തെളിയിക്കുകയാണ്. മറുപടി പറയണം. ഈ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാര് മറുപടി പറയണം. എന്തവര് ചെയ്തു ഈ കേസിൽ? ഇത്രയധികം അലിഗേഷൻസ് ഉണ്ടായിട്ട് എന്ത് ചെയ്തു എന്ന് അവര് പറയണം. ഇത് പറഞ്ഞത് മുഴുവൻ ശരിയായില്ലേ? ഞാനും സാക്ഷിയാണ്. അതിജീവിത ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ വാചകം, കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നുമുള്ള ആളല്ല, ഞാൻ ആ പോസ്റ്റ് കണ്ടുമില്ല. പക്ഷെ അങ്ങേയറ്റ വേദനാജനകമായിട്ടുള്ള കാര്യം. ഞാൻ വേദന നിൽക്കുന്നത് കണ്ണീരോടുകൂടിയല്ല. എനിക്ക് കണ്ണീരൊന്നുമില്ല. ഞാൻ കണ്ണീര് ഇന്നലത്തോടു കൂടി തീർത്തു, മനസ്സിലായില്ലേ? ഞാനിത് ഒരാൾക്ക് വേണ്ടിയുള്ള പോരാട്ടവുമല്ല. ഞാൻ എന്നെ ചേച്ചി എന്നാണ് വിളിച്ചത്, ചേച്ചിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.